അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അമല് പരിചയപ്പെടുത്തി തരാം. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടാവും, ആവശ്യങ്ങൾ നിറവേറാനുണ്ടാവും. ഈ ഒരു മഹാന്റെ പേരിൽ നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ ഉടനെ കറാമത്ത് വഴി നടന്നു കിട്ടും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമുക്ക് നടന്നു കിട്ടും. ഒരുപാട് പേർക്ക്, ഈ കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ അത്ഭുത ടിപ്സ് ആണ്. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ടാവും. അതുപോലെ ഓരോരോ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ടാവും. എന്തുമാവട്ടെ, നമ്മുടെ കൽബിലുള്ള ഹലാലായ ആഗ്രഹങ്ങൾ, ഇതുപോലെയുള്ള ഇസ്ലാമിക ടിപ്സുകൾ നമ്മൾ ഹലാലായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് എടുക്കാനും മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ നേർച്ച വെച്ച് ഓതുകയോ അല്ലെങ്കിൽ ഹറാമായ ബന്ധത്തിലൂടെ പ്രണയിച്ച് ആ ഒരു വിവാഹം നടക്കാൻ നമ്മൾ ദുആ ചെയ്യുകയോ ചെയ്താൽ അതിനൊന്നും ഫലം കിട്ടില്ല. നമ്മളൊരു വ്യക്തിയെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഹറാമായ ബന്ധം നിലനിർത്താനോ ദുആ ചെയ്യരുത്. നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടു കൂടി ഹലാലായ രീതിയിലുള്ള ആവശ്യങ്ങൾ നിറവേറാനും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനും അതുപോലെ രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, മക്കളില്ലാത്തവർക്ക് മക്കളാവാൻ, പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ മാറാൻ, ദാരിദ്ര്യം മാറാൻ, സമ്പത്ത് വർദ്ധിക്കാൻ, ജോലിയിൽ സാലറി വർദ്ധിക്കാൻ, കച്ചവടം വർദ്ധിക്കാൻ, ഇതുപോലെയുള്ള ആവശ്യങ്ങൾ, നമുക്ക് ഹലാലായ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി ഈ ഒരു ഇസ്ലാമിക വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കാരണം നമുക്ക് അള്ളാഹു നമ്മുടെ ഹലാലായ ആഗ്രഹങ്ങൾ നമ്മൾ ദുആ ചെയ്താൽ, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും. അത് ഉറപ്പാണ്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്കും അള്ളാഹു തരും എന്നൊരു ഉറച്ച വിശ്വാസമാണ്. എല്ലായ്പ്പോഴും പറയും പോലെ തന്നെ പറയട്ടെ, നമ്മൾ ഏതൊരു അമല് ചെയ്യുകയാണെങ്കിലും നമുക്ക് കൽബിൽ ഉറച്ച വിശ്വാസം വേണം. എന്നാലും മാത്രമാണ് നമ്മൾ ചെയ്യുന്നതിന് ഒരു ഫലം അള്ളാഹു നമുക്ക് തരുകയുള്ളൂ. നമ്മൾ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ഫലം കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. നമ്മൾ ഒരുപാട് ഔലിയാക്കളുടെ പേരിലൊക്കെ നമ്മൾ ദുആ ചെയ്യുകയും ദിക്റുകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഔലിയാക്കളുടെ കറാമത്തിൽ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ഒരു കറാമത്ത് കൊടുത്തിട്ടുണ്ട് എന്നൊരു നമ്മൾ വിശ്വസിക്കണം. ഔലിയാക്കളെ എന്ന് പറയുന്നത് അള്ളാഹുവായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ളവരാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടിട്ട് അള്ളാഹു അവർക്ക് ഒരുപാട് കറാമത്തുകൾ കൊടുത്തവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ യാസീൻ സൂറത്ത്, ഫാത്തിഹ സൂറത്ത്, അതുപോലെ ഓരോരോ ദിക്റുകളൊക്കെ ഹദിയ ചെയ്തിട്ട് ചൊല്ലിയിട്ട് ദുആ ചെയ്താലും അവരുടെ ആ ഒരു മക്ബറയിലും ഹദറത്തിലൊക്കെ നമ്മൾ പോയി ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടും. അങ്ങനെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ മടവൂർ CM വലിയുള്ളാഹിയുടെ മക്കാമിലേക്ക് നേർച്ച വെക്കേണ്ട ഒരു രീതിയാണ്. കേരളത്തിൽ നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങളും പോയിട്ടുണ്ടാവും, നിങ്ങളും ഓതിയിട്ടുണ്ടാവും. അതുകൊണ്ട് പറയട്ടെ, നമുക്ക് 100% വിശ്വസിച്ച് ചൊല്ലാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്ത ഫലമാണ്. കാരണം നമുക്ക് പെട്ടെന്നൊരാഗ്രഹം സാധിപ്പിച്ചെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന്, ഞാൻ ഈ മടവൂർ CM വലിയുള്ളാഹിയുടെ മക്ബറയിലേക്ക് ഞാൻ ഒരു യാസീൻ നേർച്ചയാക്കുന്നതല്ല, എൻ്റെ ഈ ഒരു പെട്ടെന്നുള്ള ഒരു ആവശ്യം നീ റെഡിയാക്കി തരണമെന്ന് നമ്മൾ നേർച്ച വെച്ചാൽ അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആവശ്യം ഹൈറാക്കി തരും. നമ്മൾ എവിടെയെങ്കിലും പോയി പ്രയാസപ്പെട്ടിരിക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ ടൗണിൽ വാഹനങ്ങൾ കിട്ടാതെ, സ്ത്രീകളാണെങ്കിൽ വാഹനങ്ങൾ കിട്ടാതെ വീട്ടിൽ വരാൻ പറ്റാതെ നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മടവൂർ CM വലിയുള്ളാഹിയുടെ യാസീൻ നേർച്ചയാക്കി അല്ലെ ഫാത്തിഹ നേർച്ചയാക്കിയിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സുപ്രഭാത വാഹനം കിട്ടുകയും വീട്ടിലെത്തുകയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമ്മുടെ കടം വീടാനൊക്കെ നമ്മൾ നേർച്ചയാക്കിയാൽ നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമുക്ക് പൈസ റെഡിയാവും. രോഗം മാറാൻ, എന്തുമാവട്ടെ, നമ്മുടെ ആഗ്രഹം നിറവേറാൻ വേണ്ടി, നമ്മുടെ ജീവിത വിജയം വേണ്ടി നമുക്ക് ഈ മഹാന്റെ പേരിൽ ഇബാദത്തുകളെടുത്ത്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളെടുത്ത് ഈ മഹാന്റെ ഹദറത്തിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിൻ്റെ കറാമത്തോടു കൂടി നമുക്ക് അള്ളാഹു ആഗ്രഹം നടത്തി തരാൻ വേണ്ടി നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു തആലാക്ക് വേണ്ടിയിട്ടായിരിക്കണം. എന്നിട്ട് ഔലിയാക്കളുടെ മക്ബറയിലേക്ക് എത്തിക്കണേ, അദ്ദേഹത്തിൻ്റെ കറാമത്ത് കൊണ്ട് എൻ്റെ ഇന്നാലിന്ന ആവശ്യം നിറവേറ്റി തരണേ എന്നാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. നമ്മൾ ഏത് അമൽ ചെയ്യുമ്പോഴും അത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം എടുക്കേണ്ടത്.
നമ്മുടെ മനസ്സിലുള്ള അതിയായ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി നമുക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ നമ്മൾ മടവൂർ സി എം വലിയുള്ളായുടെ ഹലറത്തിലേക്ക് മക്ബറയിലേക്ക് നമ്മൾ നേർച്ച വെക്കേണ്ടത് ഫാത്തിഹ സൂറത്താണ്. നമ്മളെ ഖുർആനിലെ ഫസ്റ്റത്തെ സൂറത്തായ ഫാത്തിഹ സൂറത്ത് നേർച്ച വെക്കുക. 40 പ്രാവശ്യം ഓതുക. നിങ്ങൾക്ക് മഗ്‌രിബിന് ശേഷമോ ഇശാഇന് ശേഷമോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ചൊല്ലാം, ഓതാം. നിങ്ങൾ 40 പ്രാവശ്യം ആരോടും സംസാരിക്കാതെ നമ്മൾ മടവൂർ സി എം വലിയുള്ളായുടെ ആ ഒരു മക്ബറയിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഓതും പോലെ മനസ്സിൽ കണ്ടിട്ട് ഓതിയാൽ മതി. ആരോടും സംസാരിക്കാതെ നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് അങ്ങ് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഇതുപോലെ നിങ്ങളൊരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം 21 ദിവസം അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഉറപ്പായിട്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം സക്സസ് ആവും, ഉയർന്ന നിലയിലെത്തും. കറാമത്തിലൂടെ നമ്മുടെ ജീവിതം സക്സസ് ആവും എന്ന് തന്നെ പറയാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടും. നമ്മൾ എവിടെയും കുഴങ്ങില്ല. നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് മുന്നോട്ട് എത്താൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുക. ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെടും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.